ഹായ് കുട്ടികളെ, അപ്പോൾ നമ്മൾ 3 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. +2 ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ 3 പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെയിംഡ് റിയാക്ഷൻസ് 3 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പാർട്ടാണ്. 3 പാർട്ടും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് ഇത് വരിക. ഓക്കെ, കുറച്ച് സ്പീഡിലെടുക്കുക. നമുക്ക് പോർഷൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ പാർട്ടിനേക്കാളും കുറച്ചും കൂടെ സ്പീഡ് ഞാൻ കൂട്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് റിയാക്ഷൻസ് അങ്ങ് എഴുതിയിട്ടിരിക്കണം കേട്ടോ, ഒന്ന് പെട്ടെന്ന് എഴുതുന്ന സമയം കളയാൻ വേണ്ടി. വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്, ക്ലമൻസൺ റിയാക്ഷൻ അല്ലെങ്കിൽ ക്ലമൻസൺ റിഡക്ഷൻ എന്ന് പറയും. ക്ലമൻസൺ റിഡക്ഷൻ, ഈ ക്ലമൻസൺ റിഡക്ഷനും ഉൾഫ്-കിഷ്ണർ റിഡക്ഷനും ഒരുമിച്ച് ഒറ്റ ഇതിൽ പഠിക്കണം കേട്ടോ. കാരണം രണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ആൽഡിഹൈഡിനെ എന്താക്കി മാറ്റുന്നു, നമ്മൾ ആൽഡിഹൈഡിനെ ആൽക്കെയിൻ ആക്കി മാറ്റുന്ന ബോത്ത് റിയാക്ഷൻ രണ്ടുപേരും നമ്മൾ ആൽഡിഹൈഡിനെ ആൽക്കെയിൻ ആക്കി മാറ്റുന്ന. ക്ലമൻസൺ റിഡക്ഷനിൽ നിങ്ങൾ സിങ്ക് അമാൽഗം ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റ് HCl എടുക്കുന്ന സിങ്ക് അമാൽഗം ZnHg എന്ന് പറഞ്ഞാൽ സിങ്ക് അമാൽഗം മെർക്കുറിയുമായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിനെ പറഞ്ഞ പേരാണ് അമാൽഗം. അപ്പോൾ ZnHg സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റ് HClലുമാണ് ഇവിടുത്തെ എന്താണ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രാസീൻ, ഇയാളെ വിളിക്കുന്ന പേരെന്താണ് കുട്ടികളെ, ഹൈഡ്രാസീൻ. ഇനി റിയാക്ഷൻ പറഞ്ഞുതരാം. ഇവിടെ ഡയറക്റ്റായിട്ട് അങ്ങ് പഠിക്കുക. റിഡക്ഷനാണ്, ആൽഡിഹൈഡിനെ സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റ് HCl യൂസ് ചെയ്ത് റിഡക്ഷൻ നടത്തിയ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്നതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ കിട്ടും, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ കിട്ടും. ഇതാണ് ക്ലമൻസൺ റിഡക്ഷൻ. ഇനി ഉൾഫ്-കിഷ്ണറിൽ സംഭവിക്കുന്നത് നമ്മൾ ഹൈഡ്രാസീനുമായിട്ടുള്ള റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ കുട്ടികളെ, ഈ 2 ഹൈഡ്രജൻ ഈ ഒരു ഓക്സിജനും കൂടി വാട്ടറായിട്ട് പുറത്തു പോകാദ്യം. ഈ 2 ഹൈഡ്രജൻ ഓക്സിജനെ വിളിച്ചുകൊണ്ട് വാട്ടറായിട്ട് പുറത്തു പോയിട്ട് ഈ നൈട്രജൻ ഇവിടെ ജോയിൻ ചെയ്യും. അതാണ് ഈ കോമ്പൗണ്ട്. ആ സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിൽ. നിങ്ങൾ എഥിലീൻ ഗ്ലൈക്കോൾ എന്നൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, KOH ആഡ് ചെയ്യുക. KOH ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന വേറെ ഒന്നുമില്ല കുട്ടികളെ, എന്താണ്ട് ഈ 2 നൈട്രജൻ ഉണ്ടല്ലോടാ, അവൻ അങ്ങ് പുറത്തു, ഡൈ നൈട്രജൻ ആയിട്ട് പുറത്തുപോയി. ഈ H2H കൂടെ തിരിച്ച് അവിടെ കയറി കറസ്പോണ്ടിങ് എന്ത് കിട്ടുന്നതൊക്കെ ഈത്തേൻ കിട്ടി, അല്ലെങ്കിൽ കറസ്പോണ്ട് ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ 2 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ കിട്ടും. ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ടായിരുന്നെങ്കിൽ 3 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ കിട്ടുമായിരുന്നു. ക്ലിയർ ആണ്? ഇതാണ് ഉൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലമൻസൺ റിഡക്ഷനിൽ സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റ് HClലുമാണ്. ഉൾഫ്-കിഷ്ണർ റിഡക്ഷനിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആരാണ്, ഹൈഡ്രാസീൻ, NH2 ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടും. അതിലോട്ട് ആഡ് ചെയ്യുക, KOH ആഡ് ചെയ്യുക. അപ്പോൾ യു ഗെറ്റ് എന്താണ്, കറസ്പോണ്ടിങ് ആൽക്കെയിൻ. ഇവിടെ എത്ര കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് ആണോ എടുക്കുന്നത് അത്രയും കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ കിട്ടും. ഞാൻ ഇതിനെ തന്നെയാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത്, ഈ റിയാക്ഷൻ മനസ്സിലാകാൻ വേണ്ടി. പിടി കിട്ടിയോ? അപ്പോൾ ക്ലമൻസൺ റിഡക്ഷനും ഉൾഫ്-കിഷ്ണർ റിഡക്ഷനും രണ്ടും പഠിച്ചു വയ്ക്കുക. എക്സാമിന് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിക്കണം കേട്ടോ. ക്ലമൻസൺ റിഡക്ഷൻ, ഉൾഫ്-കിഷ്ണർ റിഡക്ഷൻ. നെക്സ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ കയ്യിൽ ഈ ആൽഡിഹൈഡിൻ കീറ്റോൺ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറയാണ് കുട്ടികളെ തിരിച്ചറിയാൻ. നക്കി നോക്കിയാലൊന്നും അറിയാൻ പറ്റത്തില്ല, കണ്ടാലൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരു വൈറ്റ് കളറിൽ ഒരു ലിക്വിഡ് പോലെ ഇരിക്കും, കളർലെസ് വാട്ടർ പോലെ ഇരിക്കും, നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നിങ്ങളങ്ങനെ, കീറ്റോണിന് കുറച്ച് നല്ല തണുപ്പായിരിക്കും കീറ്റോണിന്, അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്, അതൊക്കെ പോട്ടെ. അപ്പോൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും തിരിച്ചറിയുന്ന ടെസ്റ്റാണ് ടോളൻസ് ടെസ്റ്റ്. ടോളൻസ് ടെസ്റ്റ്, കീറ്റോൺ ഡു നോട്ട് സാറ്റിസ്ഫൈ. കീറ്റോൺ എന്ത് ചെയ്യത്തില്ലടാ, സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. കീറ്റോൺ ഡു നോട്ട് സാറ്റിസ്ഫൈ. കീറ്റോൺ ഈ ടെസ്റ്റ് എന്ത് ചെയ്യത്തില്ലടാ, സാറ്റിസ്ഫൈ ചെയ്യില്ല. ആൽഡിഹൈഡ് ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ആൽഡിഹൈഡിന് എടുക്കുക, ആൽഡിഹൈഡിലോട്ട് ടോളൻസ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക, ടോളൻസ് റിയേജൻറ്റ്. ആരടാ കുട്ടികളെ ടോളൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ? അമോണിക്കൽ, ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ടോളൻസ് റിയേജൻറ്റ്. ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആൽഡിഹൈഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ സിൽവർ മിറർ ഫോം ചെയ്താൽ, ആര് ഫോം ചെയ്താൽ, സിൽവർ മിറർ ഫോം ചെയ്താൽ നമുക്ക് പറയാം അവിടെ കിട്ടിയത് ആരാണെന്ന് പറയാം, ആൽഡിഹൈഡാണ് നിങ്ങൾ എടുത്തതെന്ന് പറയാം. സിൽവർ മിറർ ഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ കിട്ടിയത് ആരെന്ന് പറയാം, നമുക്ക് കീറ്റോൺ എന്ന് പറയാം. സിൽവർ മിറർ ഫോം ചെയ്താൽ ആൽഡിഹൈഡ്. ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇടയിൽ ആൽഡിഹൈഡോ കീറ്റോണോ ഉണ്ടോ അതിലോട്ട് ടോളൻസ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. കുറച്ച് ഹീറ്റിംഗ് കൂടെ ചെയ്തോ കേട്ടോ, ഹീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടോളൻസ് റിയേജൻറ്റ് ആൽഡിഹൈഡിലോ കീറ്റോണിലോ ആഡ് ചെയ്യുമ്പോൾ സിൽവർ മിറർ ഫോം ചെയ്താൽ നിങ്ങളുടെ കയ്യിലുള്ളത് ആൽഡിഹൈഡ്. സിൽവർ മിറർ ഫോം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് കീറ്റോൺ. ഹീറ്റും കൂടെ ചെയ്യണം എങ്കിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സിൽവർ മിറർ ഫോം ചെയ്യാൻ കാരണം അവിടെ സിൽവർ എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അവിടെ ആരുണ്ടാകുന്നതുകൊണ്ടാണ്, സിൽവർ എന്ന് പറഞ്ഞ മെറ്റൽ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് എന്തെന്നാണ് സിൽവർ മിറർ ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ അയോണിക് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ എഴുതേണ്ടത് ആൽഡിഹൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി RCHO
അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ടോളറൻസ് റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾ എഴുതി അയോണിക്കൽ പാർട്ട് മാത്രം എഴുതിയാൽ മതി. അയോണിക് പാർട്ട് മാത്രം എഴുതിയാൽ മതി. AgNH3 ട്രൈസ് പ്ലസ്. ഈ റിയാക്ഷൻ നടക്കുന്ന ഒരു ആൽക്കലൈൻ മീഡിയത്തിലായതുകൊണ്ട് OH-. നമ്മളുടെ ആൽഡിഹൈഡ് കറസ്പോണ്ടിങ് കാർബോസിലേറ്റ് അയോണായിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. RCHO RCO- ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. പിന്നെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് സിൽവർ ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും, അമോണിയ ഉണ്ടാകും. പഠിക്കാൻ എളുപ്പമല്ലേ? ഈ സിൽവർ അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ സിൽവർ മിറർ ഫോം ചെയ്യുന്നത്. സിൽവർ മിറർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ ഒരു സിൽവറിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് സിൽവർ മിറർ. എല്ലാം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളെ കണ്ണാടി പോലെ നിങ്ങളെ ഫേസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ചുമ്മാ ജസ്റ്റ് ഒരു സിൽവറിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സിൽവർ മിറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ ആണോ? അപ്പോൾ ഈ ടെസ്റ്റാണ് ടോളറൻസ് ടെസ്റ്റ്. ഇത് ആര് സാറ്റിസ്ഫൈ ചെയ്യില്ല? ആൽഡിഹൈഡ് സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷെ കീറ്റോൺ എന്ത് ചെയ്യത്തില്ല? ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ അതാണ് ടോളറൻസ് ടെസ്റ്റ്. നെക്സ്റ്റ് ടെസ്റ്റ് ഫെലിങ്സ് ടെസ്റ്റ്. ഫെലിങ്സ് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഫെലിങ്സ് സൊല്യൂഷൻ എയും ഫെലിങ്സ് സൊല്യൂഷൻ ബിയും. ഫെലിങ്സ് സൊല്യൂഷൻ എയും ഫെലിങ്സ് സൊല്യൂഷൻ ബിയും. ഫെലിങ്സ് സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ അക്വസ് കോപ്പർ സൾഫേറ്റ്. ഫെലിങ്സ് സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറൈറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ. ടാർ ഇടുന്നതല്ല, ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറൈറ്റ്. അതിനെ വിളിക്കുന്ന പേര് റോച്ചലേ സാൾട്ട് എന്ന് വിളിക്കും. അതിനെന്ന് വിളിക്കും നമ്മൾ റോച്ചലേ സാൾട്ട് എന്ന് വിളിക്കും. അതിലോട്ട് നമ്മൾ ഫെലിങ്സ് സൊല്യൂഷൻ എയും ഫെലിങ്സ് സൊല്യൂഷൻ ബിയും എടുക്കുക. രണ്ടും കൂടെ ഈക്വൽ വോളിയത്തിൽ നന്നായിട്ട് എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷനെ ആൽഡിഹൈഡിലോട്ട് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് റെഡിഷ് ബ്രൗൺ കളർ കിട്ടുകയാണെങ്കിൽ, ഏത് കളർ കിട്ടുകയാണെങ്കിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്റ്റേറ്റോ കളറോ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ടാകുന്ന ആൽഡിഹൈഡ് ആണെന്ന് പറയാം. കിട്ടിയില്ലെങ്കിൽ കീറ്റോൺ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ അയോണിക് ഇക്വേഷൻ നേരത്തെ പോലെ ആൽഡിഹൈഡിനെ റെപ്രസെൻ്റ് ചെയ്യാം RCHO. ഈ ഫെലിങ്സ് സൊല്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി Cu2+ മാത്രം, ആ അയോൺ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. Cu2+ എന്ന് എഴുതിയാൽ മതി. എന്താണ്? ആൽക്കലൈൻ മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് OH- അവിടെ ഇട്ടേക്കാം. പ്രോഡക്ട്സുകൾ പറഞ്ഞുതരാം. ആൽഡിഹൈഡ് കറസ്പോണ്ടിങ് കാർബോസിലേറ്റ് അയോണായിട്ട് മാറും. പിന്നെ ഇവിടെ കോപ്പർ ഓക്സൈഡ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ റെഡിഷ് ബ്രൗൺ പ്രസിപ്റ്റേറ്റ് കിട്ടുന്നത്. കോപ്പർ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റെഡിഷ് ബ്രൗൺ പ്രസിപ്റ്റേറ്റ് കിട്ടിയത്. പിന്നെ വാട്ടറും കൂടെ ഉണ്ടാവും. ക്ലിയർ ആണ്? ഈ റിയാക്ഷൻ എഴുതാൻ പഠിക്കണേ കേട്ടോ. നിങ്ങൾ കുത്തിയിരുന്നൊന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പം ഈ ടെസ്റ്റും ആര് സാറ്റിസ്ഫൈ ചെയ്യൂല? കീറ്റോൺ സാറ്റിസ്ഫൈ ചെയ്യൂല. കീറ്റോൺ മാത്രമല്ല വേറൊരുത്തരും കൂടെ സാറ്റിസ്ഫൈ ചെയ്യൂല. ആരാണ്? ആരോമാറ്റിക് ആൽഡിഹൈഡ്. അതിനൊരു എക്സാമ്പിൾ ആരാണ്? ബെൻസാൽഡിഹൈഡ്. ഫെലിങ്സ് ടെസ്റ്റ് ഡു നോട്ട് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. കീറ്റോണും സാറ്റിസ്ഫൈ ചെയ്യില്ല, പ്ലസ് ആരും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ആരോമാറ്റിക് ആൽഡിഹൈഡ്. ആരോമാറ്റിക് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ആരാണ്? ബെൻസാൽഡിഹൈഡും ഏത് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യൂല? ഫെലിങ്സ്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ്, ഗീവ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എത്തനാൽ ആൻഡ് ബെൻസാൽഡിഹൈഡ്. എത്തനാളിനെ ബെൻസാൽഡിഹൈഡിനെ തിരിച്ചറിയുന്ന ടെസ്റ്റ് ചോദിച്ചാൽ എഴുതി കൊടുക്കുക ഫെലിങ്സ് ടെസ്റ്റ്. എത്തനാൽ സാറ്റിസ്ഫൈ ചെയ്യും, ബെൻസാൽഡിഹൈഡ് സാറ്റിസ്ഫൈ ചെയ്യൂല. ഇനി ചോദിക്കണം എത്തനാൽ ആൻഡ് അസറ്റോൺ മീൻസ് ആൽഡിഹൈഡും കീറ്റോണും തിരിച്ചറിയുന്ന ടെസ്റ്റ്. ഫെലിങ്സ് ടെസ്റ്റും എഴുതി കൊടുക്കാം, ടോളറൻസ് ടെസ്റ്റും എഴുതി കൊടുക്കാം. 100% എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഇരിക്കെ അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, സാറേ നമുക്ക് അസറ്റാൽഡിഹൈഡിനെയും ഫോർമാൽഡിഹൈഡിനെയും തിരിച്ചറിയാൻ പറ്റുന്ന ടെസ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഏത് ടെസ്റ്റാ? ആൽഡോൾ കണ്ടൻസേഷൻ. ഏത് ടെസ്റ്റാണ്? ആൽഡോൾ കണ്ടൻസേഷൻ. അതെന്താ കുട്ടികളെ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? ആൽഡിഹൈഡോട് കീറ്റോൺ ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ ആറ്റം. ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റമെങ്കിലും ഉള്ള കോമ്പൗണ്ട് നടത്തുന്ന അല്ലെങ്കിൽ റിയേജൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് നടത്തുന്ന ടെസ്റ്റാണ്, മോളിക്യൂൾസ് നടത്തുന്ന ടെസ്റ്റാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഫ എന്ന് പറഞ്ഞാൽ ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിലെ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. നിങ്ങൾ ഫോർമാൽഡിഹൈഡ് എടുത്താൽ അല്ലെങ്കിൽ മെത്തനാൽ രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ എന്ന് പറയാനില്ല. അതുകൊണ്ട് ഇത് ആൽഫ ഹൈഡ്രജൻ അല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിലെ ഹൈഡ്രജനെ പറയുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. കാരണം ആ കാർബണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ, അതിലെ ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. സിമിലർലി നമുക്ക് എന്താണ്? ബെൻസാൽഡിഹൈഡിലും ആരില്ല? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കാരണം ഇതാണ് ബെൻസീൻ റിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യവും ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് എഴുതിയിട്ട് തന്നിട്ടുള്ളതാണ്. സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഇതാണ് ബെൻസീനിൽ, ഇതാണ് ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി ഇതിൽ മനസ്സിലാവും
ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ആരില്ല? ഹൈഡ്രജൻ ഇല്ല. ആൽഫ കാർബൺ ഉണ്ട്, പക്ഷെ ആൽഫ കാർബണിൽ ആരില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ടെസ്റ്റ് നടക്കുകയുള്ളൂ? ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആരെ ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിലെ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ക്ലിയർ ആണേ? സംശയമുണ്ടോ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഉള്ള കോമ്പൗണ്ട് നടത്തുന്ന ടെസ്റ്റാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, ക്ലിയർ? സംശയമുണ്ടോ? ഇത് കഴിഞ്ഞ് ക്രോസ് ആൽഡോൾ ഉണ്ട്. ഞാൻ തൽക്കാലം ക്രോസ് ആൽഡോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് പ്രത്യേകം വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. അതൊരു വലുതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ആൽഡോൾ കണ്ടൻസേഷനിൽ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഫോർ എക്സാമ്പിൾ 2 ആൽഡിഹൈഡ് എടുത്തു. ഓക്കെ, 2 ആൽഡിഹൈഡിനെ ഡൈല്യൂട്ട് ആൽക്കലി, ആരാണ് ഓർത്തിരിക്കുക? ഡൈല്യൂട്ട് ആൽക്കലി. ഒരു ആൽഡിഹൈഡ് ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്ന റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷൻ. ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കൂ കുട്ടികളെ, CH3 CHO CH3 CHO. ഇവിടെ സംഭവിക്കുന്ന ഒന്നുമില്ലടാ. ഒരു ഹൈഡ്രജൻ ഇവിടുത്തെ ഒരു ഓക്സിജനുമായിട്ട് ചേർന്ന് ഇങ്ങനെ OH ആയിട്ട് മാറും. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായി തരാം. ഇവിടെ ഒരു ഈ CH3 CHO ഇല്ലേടാ, നിങ്ങൾ നോക്കിയാൽ CH3 CH, ആ O എങ്ങ് താഴോട്ട് ഇറങ്ങും, ഈ O ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ ഈ ഓക്സിജനിലോട്ട് വരും. ഈ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ബാക്കി കാർബണിൽ ആരേ ഉള്ളൂ? CH2 CHO. മനസ്സിലായോ? പിടികിട്ടിയോ? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജനെ കൊണ്ട് ഇവിടെ അങ്ങ് അറ്റാച്ച് ചെയ്യും. ഈ 2 ആൾക്കാർ വരെ കുടിച്ചേരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽഡോൾ. എന്ന് വിളിക്കും ആൽഡോൾ. ഈ കിട്ടിയ കോമ്പൗണ്ട് ആണ് ജനറലി ആൽഡോൾ എന്ന് വിളിക്കും. കാരണം ആൽഡിഹൈഡും ഉണ്ട് ആൽക്കഹോളും ഉണ്ട്. ആൽഡിഹൈഡും ഉണ്ട് ആൽക്കഹോളും ഉണ്ട്. അതുകൊണ്ട് ഇവനെ വിളിക്കുന്ന പേരാണ് ആൽഡോൾ എന്ന് വിളിക്കും. ആൽഡോൾ. ആൽഡോൾ കിട്ടിക്കഴിഞ്ഞാൽ ലവനെ ഒന്ന് നന്നായിട്ട് ഹീറ്റ് ചെയ്യുക, ചൂടാക്കുക. അവനെ മൂട്ടിൽ കുറച്ച് കരിയില കൂട്ടിയിട്ട് കത്തിക്കുക. അവനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആൽഫയിലും ബീറ്റയിലും ഡബിൾ ബോണ്ട് വരും. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കുട്ടികളെ, ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അവൻ അറ്റാച്ച് ചെയ്ത കാർബണിനെ ആൽഫ എന്നും അതിൻ്റെ തൊട്ടുള്ള കാർബണിനെ ബീറ്റ എന്നും വിളിക്കും. ഓക്കെ, ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൽഫ പൊസിഷനിലുള്ള ഹൈഡ്രജനെ OH വിളിച്ചിട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഈ കാർബണിലെ ഒരു ഹൈഡ്രജനെ ഈ OH വിളിച്ച് വാട്ടറായിട്ട് പോകും. ഈ ആൽഫയിലെ ഒരു ഹൈഡ്രജൻ ഈ OH ചേർന്ന് വാട്ടറായിട്ട് പോകും. ബാക്കി പ്രോഡക്റ്റ് ആരുണ്ട് അവിടെ? CH3, ഇവിടെ CH ഉള്ളൂ. ഇവിടുത്തെ ഒരു ഹൈഡ്രജനാണ് ഈ OH ഒരു വാട്ടറായിട്ട് പോയി. ബാക്കി ഇവിടെ ആരും ഉള്ളൂ? CH ഉള്ളൂ. ഇവിടെ ആരുണ്ട്? CHO. ക്ലിയർ? അപ്പോൾ ഇവിടെ ബാലൻസ് 4 ഇല്ലല്ലോ. സോ ഇൻ ബിറ്റ്വീൻ ഇവിടെ എന്ത് വരും? ഒരു ഡബിൾ ബോണ്ട് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. വാട്ടർ പുറത്തു പോകുന്ന റിയാക്ഷനാണ് കണ്ടൻസേഷൻ. സോ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഇതും കൂടെ ആകുമ്പോഴേ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ക്ലിയർ ആണ്? ഇത് തന്നെയാണ് കീറ്റോണും ചെയ്യും ഈ റിയാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്നത് ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണാറ്റ് ആൽഫ, തൊട്ടടുത്ത ബീറ്റ. ആൽഫയ്ക്കും ബീറ്റയ്ക്ക് ഇടയിലായിരിക്കും ഡബിൾ ബോണ്ട് വരുന്നത്. ബാക്കി എല്ലാ കാർബണിനും 4 ബാലൻസി ആയി കാണും. ക്ലിയർ ആണേ? സംശയമുണ്ടോ? ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇത് ആര് സാറ്റിസ്ഫൈ ചെയ്യും? ആൽഡിഹൈഡും കീറ്റോണും ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആരൊക്കെ ചെയ്യില്ല? ആൽഡിഹൈഡിലാണെങ്കിൽ ഫോർമാൽഡിഹൈഡും ചെയ്യില്ല, പിന്നെ ബെൻസാൽഡിഹൈഡും എന്ത് ചെയ്യത്തില്ല? ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഏത് ടെസ്റ്റ്? ആൽഡോൾ കണ്ടൻസേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്തുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യില്ല? അവന്മാർക്ക് എന്തില്ലാത്തത് കൊണ്ട്? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തവന്മാർ ഏതെങ്കിലും ഒരു ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തവന്മാർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് കാനിസാറോ റിയാക്ഷൻ. ഏത് റിയാക്ഷൻ? കാനിസാർ. എന്താണ്? ഡു നോട്ട് ഹേവ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡും കീറ്റോണും നടത്തുന്ന ടെസ്റ്റാണ് കാനിസാറോ റിയാക്ഷൻ. ബെൻസാൽഡിഹൈഡും ഇത് ടെസ്റ്റ് നടത്തും. ബെൻസാൽഡിഹൈഡും ഈ ടെസ്റ്റ് നടത്തും. ഓക്കെ, ബെൻസാൽഡിഹൈഡ് 2 ബെൻസാൽഡിഹൈഡ് എടുത്താൽ മതി. നമ്മളുടെ എക്സാമിന് 2 ആയിട്ടൊന്നും ഇട്ട് തരത്തില്ല. ഒരാളുടെ പേര് എഴുതുള്ളൂ. നിങ്ങൾ ഇങ്ങനെ നോക്കാം, ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി എന്ന് പറഞ്ഞാൽ കാനിസാറോ റിയാക്ഷനാണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞുതരാം. എടുക്കുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോളും കിട്ടും, കറസ്പോണ്ടിങ് സോഡിയം സാൾട്ട് ഓഫ് കാർബോസിലിക് ആസിഡ്, സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോസിലിക് ആസിഡും കിട്ടും. ഇതിൽ എത്ര കാർബണാറ്റം? ഒരു കാർബണാറ്റം ഇല്ലേ? അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആരാണ്? മെത്തനോൾ. ഇനി HCOHൽ അവൻ്റെ കറസ്പോണ്ടിങ് കാർബോസിലിക് ആസിഡിൻ്റെ സാൾട്ട് ഏത്? ഇത് പൊട്ടാസ്യം ആയതുകൊണ്ട് അതിൻ്റെ സാൾട്ട് ഏതാരാ?
HCOOK. ഇങ്ങനെ പഠിച്ചാൽ മതി. ബാലൻസ് ചെയ്ത് പഠിപ്പിക്കാൻ എനിക്കറിയാം, പക്ഷെ നിങ്ങളങ്ങനെ പഠിച്ച് കൺഫ്യൂഷൻ ആകണ്ട. ക്യാൻസർ റിയാക്ഷനിലെ പ്രോഡക്റ്റ് എഴുതാൻ വേണ്ടി എടുക്കുന്ന ആരാണ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആരാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോൾ കിട്ടുമെന്ന് എഴുതുക. ആൽക്കഹോളും പിന്നെ ആരാണ് ഒരു സോഡിയം ഓർ പൊട്ടാസ്യം, ഒരു NaOH എടുത്താൽ സോഡിയം, ഒരു കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ടും കിട്ടുമെന്ന് എഴുതുക. ഇങ്ങനെ വേണം പഠിച്ചു വെക്കാൻ. അപ്പം നിങ്ങൾ ബെൻസാൾഡിഹൈഡ് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ എഴുതും. ഓക്കെ, ക്ലിയർ? സംശയമുണ്ടോ? വേറെ ഒന്നുമില്ലടാ. പ്രോഡക്റ്റ് ഒരു ആൽക്കഹോൾ കിട്ടും, ബെൻസീൻ റിങ്ങിൽ CH2OH, ബെൻസോയിൽ ആൽക്കഹോൾ പ്ലസ് ബെൻസീൻ റിങ്ങിൽ ആരാ COOK. ഈ രണ്ടുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ CHO എന്തായിട്ട് മാറും? കറസ്പോണ്ടിങ് ആൽക്കഹോൾ CH2OH ആയിട്ട് മാറും. ഈ CHO എന്തായിട്ട് മാറും? COOK ആയിട്ട് മാറും. ഈ രണ്ടും കൂടെ പരസ്പരം കമ്പൈൻ ചെയ്യും. ഇനി പ്രസൻസ് ഓഫ് ആരാണ്? കോൺസെൻട്രേറ്റഡ് ആൽക്കലിയ. നേരത്തെ ഡൈല്യൂട്ട് ആൽക്കലി. അപ്പം ഒരു ആൽഡിഹൈഡ് ഡൈല്യൂട്ട് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൾഡോൾ കണ്ടൻസേഷൻ, ഒരു ആൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ക്യാൻസറോ. അങ്ങനെ ഓർത്തിരിക്കുക. ഇനി ആൾഡോൾ നടത്തണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം വേണം, ക്യാൻസറോ നടത്തണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം വേണ്ട. പഠിച്ചു വെക്കുക. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തത് ആരൊക്കെയാണ്? ബെൻസാൾഡിഹൈഡിനും ഇല്ല, ഫോർമാൽഡിഹൈഡിനും ഇല്ല. ഓർത്തിരിക്കുക. അവന്മാർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടെസ്റ്റ് ക്യാൻസറോ റിയാക്ഷൻ ചോദിക്കും, എക്സാമിന് ചോദിക്കും. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ വർഷത്തെ മോഡലിനും ഉണ്ടായിരുന്ന ഈ ക്വസ്റ്റ്യൻ മെയിൻ എക്സാമിന് സാറേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമോ, മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും പിള്ളേരെ ഈ വർഷവും നമുക്ക് ഹിൻസ്ബർഗ് ടെസ്റ്റ് ചോദിക്കാം. അത് അടുത്ത വീഡിയോ എടുത്ത് അടുത്ത വീഡിയോയോട് കൂടി നെയിംഡ് റിയാക്ഷൻസ് കംപ്ലീറ്റ് ആവും. ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ അല്ലെങ്കിൽ HBZ റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ വർഷവും എക്സാമിന് ചോദിക്കും. ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ എന്ത് ഭയങ്കര പേര് മാത്രം ഭയങ്കര സംഭവം. പാവപ്പെട്ടവനാണ് റിയാക്ഷൻ, പാവപ്പെട്ട റിയാക്ഷൻ എന്ന് പറയാം. ഒന്നുമില്ലടാ, നമ്മളൊരു ആരെ എടുക്കുക, നിങ്ങൾ ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ഒരു ആസിഡ് എടുക്കുക, കാർബോക്സിലിക് ആസിഡ് എടുക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിലെ ഹൈഡ്രജനെ പറഞ്ഞ പേരാണ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കുക. അവനെ നിങ്ങൾ ക്ലോറിനോർ ബ്രോമിനുമായിട്ട് ട്രീറ്റ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. വാട്ടർ ആഡ് ചെയ്തൊന്നും ഡിപ്പെൻസ് ഇല്ല. ഈ പ്രസൻസ് ഓഫ് ഏതാണ്? റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോറിനോർ ബ്രോമിനുമായിട്ട് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനുമായിട്ട് എന്ത് ചെയ്യുക? റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ഒരു കാർബോക്സിലിക് ആസിഡിന് എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കുട്ടികളെ ഒന്നുമില്ലടാ, ആൽഫ പൊസിഷനിലെ ഹൈഡ്രജൻ, സപ്പോസ് നിങ്ങൾ ക്ലോറിനുമായിട്ടാണ് റിയാക്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. എടാ ഈ ആൽഫ പൊസിഷനിലെ ഹൈഡ്രജൻ ഈ ക്ലോറിനുമായിട്ട് വിളിച്ച് HCl ആയിട്ട് പുറത്തു പോകൂടാ. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് HCl ആയിട്ട് പുറത്തു പോയേ ബാക്കി അവിടെ ആരുണ്ട്? CH3 CHCOOH അല്ലേ ഉള്ളൂ. എടാ ഒരു ക്ലോറിൻ ഒരു ഹൈഡ്രജൻ വിളിച്ച് പുറത്തു പോയി, ബാക്കി ഒരു ക്ലോറിൻ ഉണ്ടല്ലോ, അത് ഈ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആൽഫ പൊസിഷനിൽ ഒരു ഹാലജൻ വരും. അപ്പോൾ ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടും. ആൽഫ പൊസിഷനിൽ ഒരു ഹാലജനുള്ള കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ ആറ്റം വേണം. ഫോമിക് ആസിഡ് എടുക്കുക, HCOOH അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ്. ഇത് ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, കാരണം ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബോക്സിലിക് ആസിഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയാക്ഷനാണ് ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. സംഭവം ഇത്രയേ ഉള്ളൂ. ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യുക. ഒരു ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ഒരു ഹൈഡ്രജൻ വിളിച്ചിട്ട് പോയിട്ട് മറ്റവനെ ഇവിടെ അറ്റാച്ച് ചെയ്യും. അതാണ് പ്രോഡക്റ്റ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് ആണ് ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. ഇതൊരു ടെസ്റ്റാണ്. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഈ ടെസ്റ്റ് നടത്തുന്ന റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കാർബോക്സിലിക് ആസിഡ് ആണ്. ആര് നടത്തത്തില്ല? ഫോമിക് ആസിഡ് ഈ ടെസ്റ്റ് എന്ത് ചെയ്യത്തില്ല? സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇതാണ് ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഒരു 85% ഈ വർഷത്തെ എക്സാമിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. 80 അല്ല 90% എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. പഠിക്കാതെ പോകരുത്, നല്ല ചുട്ട അടി വെച്ച് വരും ഇത് പഠിക്കാതെ പോയാൽ. ഭയങ്കര സിമ്പിൾ റിയാക്ഷൻ. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ക്ലിയർ ആണേ? അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ പാർട്ട് 4 ആയി. നെക്സ്റ്റ് ഒരു പാർട്ടും കൂടെ ആകുമ്പം നെയിംഡ് റിയാക്ഷൻസ് കംപ്ലീറ്റ് ആവും. നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഷെയർ ചെയ്യുക. ഓൾറെഡി 3 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത്രയും കാണുക. കണ്ട് ഞാൻ ഇതിൻ്റെ ഫുൾ PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതും പഠിക്കുക. ഓക്കെ, ദെൻ ബൈ.